അങ്ങനെ നമ്മൾ സ്പൈഡർമാൻ്റെ അവസാന ഭാഗത്തിലേക്ക് കടക്കുന്നത് ക്യാറ്റിലൂടെയാണ്. അവളാകെ തകർന്നിരിക്കുകയാണ്. ബെൻ റെയിലെ ചതിച്ചല്ലോ എന്നോർത്ത് അവളുടെ മനസ്സ് നീറുകയാണ്. താൻ ചെയ്ത വലിയൊരു തെറ്റായിപ്പോയി എന്ന് അവൾക്ക് ഇപ്പോഴും തോന്നുന്നുണ്ട്. ബെന്നിൻ്റെ ആത്മാർത്ഥതയെ അവൾ ചോദ്യം ചെയ്യാൻ പാടില്ലായിരുന്നു. അവൾക്ക് ബെന്നോട് തോന്നിയ അടുപ്പം സത്യമായിരുന്നു. പക്ഷേ സാഹചര്യങ്ങൾ അവളെ കൊണ്ട് ആ ചതി ചെയ്യിപ്പിച്ചു. ഈ ചിന്തകൾ അവളെ വല്ലാതെ വേട്ടയാടുന്നുണ്ട്. അതേസമയം ദ ആൽക്കാവ് എന്ന അവളുടെ താവളത്തിലേക്ക് സിൽവർമെയിനും അയാളുടെ ഗുണ്ടകളും കടന്നു വരികയാണ്. സിൽവർമെയിൻ ആകെ കലിപ്പിലാണ്. ഫേബറിൻ്റെ ലാബിലേക്ക് അവർ നടത്തിയ യാത്ര തികച്ചും പരാജയമായിരുന്നു. അവിടെ നിന്ന് അവർക്ക് ആവശ്യമുള്ളതൊന്നും കിട്ടില്ല എന്നയാൾ തൻ്റെ കൂട്ടാളികളുടെ ദേഷ്യത്തോടെ വിളിച്ചു പറയുകയാണ്. ഇതോടെ ക്യാറ്റ് ശരിക്കും ഞെട്ടുന്നുണ്ട്. കാരണം അവർക്ക് അവിടെ നിന്ന് എന്തെങ്കിലും നിർണായകമായ തെളിവുകളോ വസ്തുക്കളോ കിട്ടുമെന്നാണ് അവൾ കരുതിയിരുന്നത്. സിൽവർമെയിൻ തൻ്റെ ദേഷ്യം തീർക്കാൻ പുതിയൊരു തന്ത്രം മെനയുകയാണ്. തൻ്റെ കൂടെ ഇപ്പോഴുള്ള ആ 3 മ്യൂട്ടൻസിനോട് അയാളൊരു നിർദ്ദേശം നൽകുന്നു. നഗരത്തിൽ പോയി പരമാവധി പ്രശ്നങ്ങൾ ഉണ്ടാക്കുക. ഈ നഗരത്തിൻ്റെ യഥാർത്ഥ നിയന്ത്രണം ആരുടെ കയ്യിലാണെന്ന് മേയറെ കാണിച്ചു കൊടുക്കണം. ആ വാക്കുകളിൽ അയാളുടെ ക്രൂരതയും അധികാരത്തോടുള്ള ആർത്തിയും വ്യക്തമായിരുന്നു. സിൽവർമെയിൻ്റെ നിർദ്ദേശം കിട്ടിയ പാടെ ഫ്ലിൻറ്റും ലൈഡനും നേരെ പോകുന്നത് മേയർ മോറിസിൻ്റെ ഓഫീസിലേക്കാണ്. യാതൊരു ഭയമില്ലാതെ അവർ ഓഫീസിലേക്ക് ഇടിച്ചു കയറുന്നു. അവിടെയുള്ള ജീവനക്കാരെ ഭീഷണിപ്പെടുത്തി മേയർ തൻ്റെ ഇലക്ഷൻ ക്യാമ്പയിൻ്റെ പണമെല്ലാം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന രഹസ്യ സ്ഥലം അവർ മനസ്സിലാക്കുന്നു. ജീവഭയം കാരണം ജീവനക്കാരെല്ലാം തുറന്നു പറയുകയാണ്. അവിടെ ഉണ്ടായിരുന്ന നോട്ടുകെട്ടുകൾ മുഴുവൻ അവർ തങ്ങളുടെ വലിയ ബാഗിലേക്ക് കുത്തി നിറച്ച് വളരെ കൂളായി അവിടെ നിറങ്ങി പോകുന്നു. ഈ വിവരം പറഞ്ഞ് മേയർ മോറിസ് ആകെ വട്ടായ അവസ്ഥയിലും തൻ്റെ സമ്പാദ്യം മുഴുവൻ നഷ്ടപ്പെട്ടല്ലോ എന്നോർത്ത് അയാൾ അലറുകയാണ്. എന്ത് ചെയ്യണമെന്നറിയാതെ അയാൾ നിൽക്കുമ്പോൾ എപ്പോഴും മേയറെ സഹായിക്കാൻ നിൽക്കുന്ന പോലീസ് ചീഫ് പോലും ഇത്തവണ കൈമറത്തുന്നു. ഇത് സാധാരണ പോലീസിനെ കൊണ്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. ദ സ്പൈഡറിനെ വിളിക്കുക മാത്രമാണ് ഇനി മുന്നിലുള്ള ഏക വഴി എന്ന് പോലീസ് ചീഫ് മേയറോട് തറപ്പിച്ച് പറയുന്നു. ഈ സമയത്തൊക്കെ ബെൻ എവിടെയാണെന്നല്ലേ? ക്യാറ്റ് ബെന്നിൻ്റെ ഓഫീസിലേക്ക് ചെല്ലുകയാണ്. അവിടെ അവൾ ജാനറ്റിനെ കാണുന്നു. താൻ ബെന്നിനെ കാണാൻ കാത്തു നിന്നു, എന്നാൽ അവൻ വന്നില്ലെന്നും ക്യാറ്റ് ജാനറ്റിനോട് പറയുന്നു. പക്ഷേ ജാനറ്റിൻ്റെ കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാവുന്നുണ്ട്. ബെൻ വെറുതെ ഒരാളെ കാത്തു നിൽക്കാൻ പറഞ്ഞിട്ട് വരാതിരിക്കുന്ന പ്രകൃതക്കാരനല്ല. തന്നോട് യാത്ര പറഞ്ഞ് പൈസയും തന്നിട്ട് പോയതാണ്. എന്തോ വലിയ പ്രശ്നം നടന്നിട്ടുണ്ടെന്ന് അവൾക്ക് ഉറപ്പായി. ജാനറ്റ് ഉടൻ തന്നെ സഹായത്തിനായി റോബിയെ വിളിക്കുന്നു. ബെന്നിനെ എവിടെയെങ്കിലും കണ്ടാൽ തന്നെ അറിയിക്കണമെന്ന് ജാനറ്റിനോട് പറഞ്ഞിട്ട് ക്യാറ്റ് ഇവിടെ നിന്നും നിരാശയോടെ മടങ്ങുകയാണ്. യഥാർത്ഥത്തിൽ ബെന്നൊരു ബാറിലിരുന്ന് തൻ്റെ സങ്കടങ്ങൾ മുഴുവൻ മദ്യത്തിൽ മുക്കിക്കൊല്ലാൻ ശ്രമിക്കുകയാണ്. ക്യാറ്റ് തന്നെ ചതിച്ചല്ലോ എന്ന ചിന്ത അവനെ വല്ലാതെ തളർത്തിയിരുന്നു. അവൻ ആകെ ഡിപ്രഷനിലാണ്. പെട്ടെന്നാണ് ആ ബാറിലേക്ക് കുറച്ച് ഗുണ്ടകൾ കയറി വരുന്നത്. അവർ വലിയ വായിൽ സംസാരിക്കാൻ തുടങ്ങി. ഫ്ലിൻറ്റും ലൈഡനും മേയുടെ ഓഫീസിൽ നിന്ന് കവർന്ന പണം ജനങ്ങൾക്കിടയിലേക്ക് വാരി എറിഞ്ഞെന്നും മോറിസിൻ്റെ എതിരാളിയായ ഹഡ്സണ് വോട്ട് ചെയ്യണമെന്ന് ജനങ്ങളോട് പറഞ്ഞെന്നൊക്കെ അവർ വീമ്പിളക്കുകയാണ്. ഇതിനിടയിൽ അവർ സ്പൈഡറിനെ മോശമായി സംസാരിക്കാൻ തുടങ്ങി. സ്പൈഡർ മേരെ രക്ഷിക്കാൻ എത്തിയില്ലെന്നും അവനൊരു ഭീരുവാണെന്നും മറ്റും പറയുന്നത് കേട്ടപ്പോൾ ബെന്നിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു. അവൻ അവിടെ നിന്ന് ഇറങ്ങി തൻ്റെ മാസ്ക് ധരിച്ച് സ്പൈഡറായി ആ ബാറിലേക്ക് തിരിച്ചെത്തുന്നു. പിന്നെ അവിടെ നടന്നത് ഒരു 1.5 ഇടിയായിരുന്നു. സ്പൈഡറിനെ കളിയാക്കി ഓരോരുത്തർക്കും അവൻ കണക്കിന് കൊടുത്തു. തൻ്റെ ചിലന്തുവലകൾ ഉപയോഗിച്ച് അവരെല്ലാം വരിഞ്ഞെട്ടി അവൻ തൻ്റെ ദേഷ്യം തീർത്തു. കൃത്യം ആ സമയത്താണ് റോബി അവിടേക്ക് വരുന്നത്. നഗരം മുഴുവൻ ബെന്നിനെ അന്വേഷിച്ച് നടക്കുകയായിരുന്നു റോബി. ബെന്നിനെ കണ്ടുവിടാൻ റോബി അവനെ അവിടെ നിന്നും കൂട്ടിക്കൊണ്ടു പോകുന്നു. വഴിയിൽ വെച്ച് ബെൻ തൻ്റെ മനസ്സിലെ വലിയൊരു തീരുമാനം റോബിയോട് പറയുന്നുണ്ട്. എനിക്ക് ആൻറ്റിഡോട്ട് എടുക്കണം. സ്പൈഡറായി ജീവിക്കുന്നത് പണ്ട് എനിക്ക് സന്തോഷം തന്നിരുന്നു. പക്ഷേ ഇപ്പോഴെനിക്ക് അതിൽ യാതൊരു താല്പര്യമില്ല. എനിക്ക് ആ പഴയ ബെന്നായി ജീവിച്ചാൽ മതി. ഇത് കേട്ട് റോബി അവനെ ഉപദേശിക്കുകയാണ്. നിനക്ക് സന്തോഷം കിട്ടുന്നതിനേക്കാൾ വലിയ കാര്യങ്ങൾ ഈ ലോകത്തുണ്ട് ബെൻ. മാത്രമല്ല ആൻറ്റിഡോട്ട് നിന്നേക്കാൾ അത്യാവശ്യം ഫ്ലിൻറ്റിനും ലോണിക്കുമാണ്. അവർ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് കിട്ടേണ്ട മരുന്ന് നീ എടുക്കുന്നത് ശരിയല്ല. റോബിയുടെ വാക്കുകൾ ബെന്നിനെ ഇരുത്തി ചിന്തിപ്പിക്കുന്നു. അവർ തിരികെ ഓഫീസിലേക്ക് എത്തുന്നു. അവിടെ വെച്ച് നടന്ന കാര്യങ്ങൾ അറിയിച്ചതിൻ്റെ കൂടെ അബദ്ധത്തിൽ ബെൻ താനാണ് സ്പൈഡർ എന്ന സത്യം ജാനറ്റിൻ്റെ മുന്നിൽ വെളിപ്പെടുത്തുന്നു. ബെൻ വിചാരിച്ചത് അവൾ ഞെട്ടുമെന്നാണ്. പക്ഷേ വളരെ രസകരമായ കാര്യം എന്തെന്നാൽ ജാനറ്റിന് ഇത് പണ്ടേ അറിയാമായിരുന്നു. ഇതിനു മുമ്പ് പലതവണ ബെൻ മദ്യപിച്ച് ലക്കിട്ട സമയത്ത് താനാണ് സ്പൈഡർ എന്ന കാര്യം ജാനറ്റിനോട് വിളിച്ചു പറഞ്ഞ ചെറിയ ഫ്ലാഷ് ബാക്ക് സീനുകൾ നമ്മളിവിടെ കാണുന്നുണ്ട്. അതുകൊണ്ട് അവൾക്കിതൊരു വലിയ സർപ്രൈസ് ആയിരുന്നില്ല. ഇതേസമയം ഫ്ലിൻറ്റ് ക്യാറ്റിൻ്റെ വീട്ടിലെത്തുന്നൊരു സീനുണ്ട്. അവിടെ വെച്ച് ഫ്ലിൻറ്റ് തൻ്റെ മനസ്സ് തുറക്കുകയാണ്. തനിക്ക് ക്യാറ്റിനോട് എത്രത്തോളം പ്രണയമുണ്ടെന്ന് അയാൾ വളരെ വൈകാരികമായി പറയുന്നു. ക്യാറ്റ് അയാളോട് പറയുന്നുണ്ട്, ഞാൻ നിൻ്റെ മുന്നിൽ തന്നെ ഉണ്ടല്ലോ എന്ന്. പക്ഷേ ഫ്ലിൻറ്റിൻ്റെ മനസ്സിൽ വേറൊരു സങ്കടമുണ്ട്. വളരെ പെട്ടെന്നാണ് ക്യാറ്റ് ബെന്നുമായി അടുത്തത്. അത് ഫ്ലിൻറ്റിന് ഇപ്പോഴും അംഗീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ആ ഒരു സങ്കടം അയാളുടെ വാക്കുകളിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഓഫീസിലേക്ക് തിരിച്ചെത്തിയ ബെൻ ആൻറ്റിഡോട്ട് പല സിറിഞ്ചുകളായി നിറയ്ക്കുകയാണ്. അവൻ്റെ പ്ലാൻ വ്യക്തമായിരുന്നു. ആദ്യം പുറത്തുള്ള സൂപ്പർ മ്യൂട്ടൻസിലേക്ക് ഈ മരുന്ന് കുത്തിവയ്ക്കുക, അതിനുശേഷം ബാക്കിയുള്ളത് താൻ ഉപയോഗിക്കുക. ഇതെല്ലാം ചെയ്തതിന് ഒരൊറ്റ ഉദ്ദേശം മാത്രമേ ഉള്ളൂ. വിത്ത് നോ പവർ കംസ് നോ റെസ്പോൺസിബിലിറ്റി. ശക്തി അധികാരമില്ലെങ്കിൽ പിന്നെ ഒരു ഉത്തരവാദിത്വം വേണ്ടല്ലോ എന്നവൻ ജാനറ്റിനോട് പറയുന്നുണ്ട്. അപ്പോഴാണ് ഒരു ബ്രേക്കിംഗ് ന്യൂസ് വരുന്നത്. ഹാർലമിലെ ഒരു പോലീസ് വെയർഹൗസ് സിൽവർമെയിൻ്റെ ഗുണ്ടകൾ അടിച്ച് തകർക്കുന്നു എന്നായിരുന്നു ആ വാർത്ത. ബെന്നുടൻ തന്നെ തൻ്റെ മാസ്ക് എടുത്ത് അണിയുന്നു. സ്പൈഡർ നേരെ പോകുന്നത് ആ വെയർഹൗസിലേക്കാണ്. അവിടെ വെച്ച് ലോണിയുമായൊരു വമ്പൻ ഫൈറ്റ് നടക്കുന്നു. ഇടിയുടെ ആഘാതത്തിൽ ബെന്നിൻ്റെ കയ്യിൽ നിന്നും ആൻറ്റിഡോട്ട് അടങ്ങി സിറിഞ്ച് താഴെ വീഴുന്നു.
ഇതിനിടയ്ക്ക് വെച്ച് അവനെ ഒന്നെടുത്ത് കുത്താൻ നോക്കുന്നുണ്ടെങ്കിലും തൊലിക്കെട്ടി മൂലം സൂചി വളയുകയാണ് ചെയ്യുന്നത്. എന്നാൽ റോബി തക്ക സമയത്ത് ഇടപെട്ട് ആ താഴെ വീണ സിറിഞ്ച് എടുത്തിട്ട് ലോണിയുടെ കണ്ണിലേക്ക് കുത്തിവെക്കുന്നു. നിമിഷങ്ങൾക്കകം ലോണിയുടെ മ്യൂട്ടേഷൻ മാറി അയാൾ പഴയ മനുഷ്യരൂപത്തിലേക്ക് വരുന്നു. സത്യങ്ങൾ മനസ്സിലാക്കിയ ലോണി ഇനി ഗുണ്ടാപ്പണിക്കില്ലെന്ന് തീരുമാനിച്ച് റോബിക്കും സ്പൈഡറിനൊപ്പം അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. പോലീസുകാരിൽ നിന്നും സ്പൈഡറിനും നല്ലപോലെ തല കിട്ടുന്നുണ്ട്. പിന്നീട് സ്പൈഡർ റോബിയുടെ വീട്ടിൽ വിശ്രമിക്കുമ്പോൾ ലോണി തൻ്റെ പുതിയ ജീവിതത്തിലേക്ക് കടക്കുകയാണ്. തൻ്റെ അമ്മയോടൊപ്പം ദൂരെ എവിടെയെങ്കിലും പോയി സമാനമായി ജീവിക്കാൻ അയാൾ തീരുമാനിക്കുന്നു. ഈ ഒരു സംഭവം നടന്നതോടെ സ്പൈഡർ മ്യൂട്ടൻസിന് ആൻറ്റിഡോട്ട് നൽകുന്നുണ്ടെന്ന വിവരം സിൽവർമെയിനും മേയർ മോറിസും അറിയുന്നു. എങ്ങനെയും ബെൻ റൈലെ കണ്ടുപിടിക്കാൻ ഇരുവരും തങ്ങളുടെ ഗുണ്ടകൾക്ക് കർശന നിർദ്ദേശം നൽകുകയാണ്. ദ ആൽക്കോവിലേക്ക് നമ്മൾ വീണ്ടും പോവുകയാണ്. സിൽവർമെയിൻ കാറ്റിനോട് തൻ്റെ പഴയകാലം പറയുന്നു. വളരെ ദാരിദ്ര്യം നിറഞ്ഞ ഒരു ചുറ്റുപാടിൽ നിന്നുമാണ് അയാൾ വളർന്നു വന്നത്. അയാളുടെ അങ്ങേയറ്റത്തെ ധൈര്യവും ഒരിക്കലും മടക്കാത്ത വിശപ്പുമാണ് ഇന്ന് ഈ കാണുന്ന നിലയിലേക്ക് എത്തിച്ചത്. ഒരിക്കലും ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടരുത്, നിനക്ക് എന്താണോ വേണ്ടത് അത് പിടിച്ചു വാങ്ങണം എന്നയാൾ കാറ്റിനെ ഉപദേശിക്കുന്നു. അയാൾ ബാത്റൂമിലേക്ക് പോകുന്ന തക്കത്തിന് കാറ്റ് രഹസ്യമായി ജാനറ്റിനെ ഫോൺ ചെയ്യുന്നു. അവിടെ രണ്ടുപേരും രഹസ്യമായി കണ്ടുമുട്ടുന്നുണ്ട്. ബെന്നിനെ ചതച്ച ദേഷ്യത്തിൽ ജാനറ്റ് കാറ്റിൻ്റെ മുഖത്ത് നോക്കി രണ്ട് പൊട്ടിക്കുന്നുണ്ട്. ആ തല അവൾ അറിയിച്ചതായിരുന്നു എന്ന് കാറ്റിനും അറിയാം. താൻ ചെയ്ത തെറ്റിന് പ്രായശ്ചിത്തം ചെയ്യാൻ അവൾ ആഗ്രഹിക്കുന്നുണ്ട് കാറ്റ് പറയുന്നു. ഒരു പുതിയ പ്ലാൻ അവൾ ജാനറ്റിനോട് പറയുകയാണ്. ഫ്ലിൻറ്റും ലെയ്ഡനുമായി എനിക്ക് നന്നായി അടുത്ത് സംസാരിക്കാൻ പറ്റും. അതുകൊണ്ട് അവർക്കുള്ള ആൻറ്റിഡോട്ട് ഞാൻ തന്നെ അവർക്ക് കുത്തിവയ്ക്കാം. ഈ ഒരു പ്ലാൻ ബെന്നിനെ അറിയിക്കാമെന്ന് ജാനറ്റും സമ്മതിക്കുന്നു. ഈ സമയത്ത് ബെന്നിൻ്റെ ഓഫീസിന് പുറത്ത് ഫ്ലിൻറ്റും ലെയ്ഡനും ഒരു കാറിൽ കാത്തിരിപ്പുണ്ട്. അവർക്കിടയിലും ചില അസ്വാരസ്യങ്ങൾ പുകയുന്നുണ്ട്. നമുക്ക് ഇത്രയും ശക്തി ഉണ്ടായിട്ടും എന്തിനാണ് നമ്മൾ വെറും ഒരു മനുഷ്യനെ സിൽവർമെൻ്റെ അടിമകളായി നിൽക്കുന്നത് എന്ന് ലെയ്ഡൻ ഫ്ലിൻറ്റിനോട് ചോദിക്കുന്നു. അത് അവരുടെ ഉള്ളിലെ അധികാരക്കൂതിയുടെ സൂചനയായിരുന്നു. ജാനറ്റ് തിരികെ ബെന്നിൻ്റെ ഓഫീസിലേക്ക് എത്തുമ്പോൾ അവിടെ ഫ്രാങ്കി ഉണ്ട്. ബെന്നിപ്പോൾ റോബിയുടെ വീട്ടിലാണെന്ന് ഫ്രാങ്കി പറയുന്നു. അപ്പോഴാണ് ജാനറ്റിൻ്റെ പോലീസ് കൂട്ടുകാരനായ ഹാങ്കിൻ്റെ ഫോൺ കോൾ വരുന്നത്. നഗരത്തിലെ മുഴുവൻ പോലീസുകാരും ബെന്നെ തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന വിവരം അവൻ ജാനറ്റിനെ അറിയിക്കുന്നു. കാര്യങ്ങൾ കൈവിട്ട് പോവുകയാണെന്ന് മനസ്സിലാക്കിയ ജാനറ്റ് വീണ്ടും പുറത്തേക്ക് പോകുമ്പോൾ ഫ്ലിൻറ്റും ലെയ്ഡനും അവളെ രഹസ്യമായി പിന്തുടരുന്നുണ്ട്. അങ്ങനെ ജാനറ്റ് നിലവിൽ ബെന്നുള്ള റോബിയുടെ വീട്ടിലേക്ക് എത്തി കാറ്റിൻ്റെ ആ പ്ലാൻ അറിയിക്കുന്നു. അതൊരു നല്ല ആശയമാണെന്ന് ബെന്നും തോന്നുന്നുണ്ട്. എന്നാൽ അപ്പോഴേക്കും ലെയ്ഡനും ഫ്ലിൻറ്റും ബെന്നിൻ്റെ വാതിൽക്കൽ എത്തിക്കഴിഞ്ഞിരുന്നു. സിൽവർമെയിന് ബെന്നെ കാണണമെന്ന് അവർ പറയുന്നു. രക്ഷപ്പെടാൻ മറ്റു വഴികളില്ലാത്തതുകൊണ്ട് ബെൻ അവിടെ കൂടെ പോകാൻ തയ്യാറാകുന്നു. പക്ഷേ ആൻറ്റിഡോട്ട് കൂടെ കൊണ്ടുപോകാൻ അവന് കഴിയുന്നില്ല. സിൽവർമെയിൻ്റെ മുന്നിലേക്ക് എത്തുമ്പോൾ സ്പൈഡറിനെ വിളിച്ചു വരുത്താൻ അയാൾ ബെന്നിനോട് ആവശ്യപ്പെടുന്നു. കാരണം ബെൻ സ്പൈഡറിൻ്റെ കൂട്ടുകാരനാണെന്നാണല്ലോ സിൽവർമെയിൻ്റെ വിചാരം. എന്നാൽ മേയർ തന്നെ തിരിയുന്നതുകൊണ്ട് പുറത്തിറങ്ങാൻ ബുദ്ധിമുട്ടാണെന്ന് ബെൻ പറയുന്നു. ഒടുവിൽ സിൽവർമെയിൻ പണം വാഗ്ദാനം ചെയ്യുകയും $2000 അവർ തമ്മിൽ ധാരണയാവുകയും ചെയ്യുന്നു. ബെൻ റോബിയുടെ വീട്ടിലേക്ക് ഫോൺ വിളിച്ച് സംസാരിക്കുന്നു. ഫോണിലൂടെ റോബി സ്പൈഡറെ അഭിനയിക്കുകയാണ്. സിൽവർമെയിൻ ഫോൺ വാങ്ങിയിട്ട് ആൻറ്റിഡോട്ടുകളുമായി തന്നെ വന്ന് കാണാൻ സ്പൈഡറിനോട്, അതായത് റോബിയോട് ആവശ്യപ്പെടുന്നു. റോബി അത് സമ്മതിക്കുകയും ചെയ്യുന്നു. ഇനി കാത്തു നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ, പണം തന്നാൽ ഞാൻ പോയിക്കൊള്ളാം എന്ന് ബെൻ പറയുന്നു. എന്നാൽ സ്പൈഡർ നേരിട്ട് വന്നാൽ മാത്രമേ പണം തരൂ എന്ന് സിൽവർമെയിൻ തറപ്പിച്ചങ്ങനെ നിൽക്കുകയാണ്. ഇവിടെയാണ് കഥയിലെ വലിയൊരു ട്വിസ്റ്റ് നടക്കുന്നത്. മുന്നേ തൊട്ടേ ലെയ്ഡൻ്റെ ബെന്നിന് മേൽ നല്ല സംശയമുണ്ടായിരുന്നു. എവിടെയോ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ നിൽക്കുകയാണ് ബെന്നിന് പൈസ കിട്ടിക്കഴിഞ്ഞാൽ അയാൾ ഫ്രാൻസിൽ പോകുന്ന കാര്യമൊക്കെ പറയുന്നത്. ഈ ഫ്രാൻസ് എന്ന് കേട്ടതും പണ്ട് അവിടെ വെച്ച് യുദ്ധത്തടവുകാരെ രക്ഷിച്ച അതേ സൈനികരാണ് ബെൻ എന്ന് ലെയ്ഡൻ ഓർമ്മ വരുന്നു. അവനത് പറയുന്നതും ഇത് കേട്ടപ്പോൾ സിൽവർമെയിൻ്റെ തലയിൽ പെട്ടെന്നൊരു ബൾബ് കത്തുകയാണ്. കാരണം എക്സ്പെരിമെൻ്റ് ഭാഗമായി 3 പേരുമുള്ള സ്ഥലത്ത് ബെന്നും എത്തിയിരുന്നു. ഇപ്പോൾ ബെൻ സ്പൈഡറിൻ്റെ കൂട്ടുകാരെന്ന് പറയുന്നു. അപ്പോൾ എല്ലാം കൂടി കൂട്ടി യോജിപ്പിക്കുമ്പോൾ ഈ ബെൻ തന്നെയാണ് സ്പൈഡർ എന്ന് അയാൾക്ക് സംശയമുണ്ടാകുന്നു. അത് ഉറപ്പിക്കാനായി അയാൾ തന്ത്രം പ്രയോഗിക്കുകയാണ്. അയാൾ കാറ്റിന് നേരെ തോക്ക് ചൂണ്ടി അവളെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുന്നു. കാരണം അവിടെ ഉള്ളവരിൽ മറ്റു 3 പേരും ഗുണ്ടകളാണ്. അവർക്കെന്ത് പറ്റിയാലും ദ സ്പൈഡറിന് വലിയ കാര്യമില്ല. എന്നാൽ ഇന്നസെൻ്റായ ഒരാളാണ് കാറ്റ്. അതായത് വെറുമൊരു സ്വാർത്ഥനായ ഡിറ്റക്റ്റീവ് ആണെങ്കിൽ ഇതിലിടപെടില്ല. എന്നാൽ യഥാർത്ഥത്തിൽ അവൻ സ്പൈഡർ ആണെങ്കിൽ തീർച്ചയായും പ്രതികരിക്കുമെന്ന് അയാൾക്കറിയാമായിരുന്നു. ബെൻ അവളെ രക്ഷിക്കാൻ തയ്യാറെടുക്കുന്നുണ്ടെങ്കിലും ആ പോലീസ് പോയതിനു ശേഷം അവൻ്റെ സൂപ്പർ പവറുകൾ ഇതുവരെ തിരികെ വന്നിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ബെന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് കാറ്റ് തന്നെ മുന്നോട്ട് വരുന്നു. അവൾ സിൽവർമെയിനോട് എല്ലാ സത്യങ്ങളും തുറന്ന് പറയുകയാണ്. താൻ ബെന്നിനെ ചതിച്ചെന്നും അത് താൻ ഫ്ലിൻറ്റിനെ സ്നേഹിക്കുന്നതുകൊണ്ടാണെന്നും ആഡിസനെ വാടകയ്ക്കെടുത്തത് താനാണെന്നും എല്ലാത്തിലുമുപരി സിൽവർമെയിനെക്കുറിച്ചുള്ള വിവരങ്ങൾ മേയർക്ക് ചോർത്തി കൊടുത്തതും താനാണെന്ന് അവൾ വിളിച്ചു പറയുന്നു. ദേഷ്യം വന്ന സിൽവർമെയിൻ കാറ്റിനെ വെടിവെക്കാൻ തുടങ്ങുമ്പോഴാണ് വാതിൽ തകർത്ത് സ്പൈഡർ അവിടേക്ക് വരുന്നത്. തീർച്ചയായും അത് റോബിയായിരുന്നു സ്പൈഡറിൻ്റെ മാസ്ക് വെച്ചുകൊണ്ട് വന്നത്. പക്ഷേ സിൽവർമെയിനെ വിശ്വസിപ്പിക്കാൻ അത് മതിയായിരുന്നു. സ്പൈഡറിനെ തൻ്റെ കൂട്ടത്തിലേക്ക് ക്ഷണിക്കാൻ സിൽവർമെയിൻ ശ്രമിക്കുന്നു. അപ്പോഴാണ് അയാളുടെ ഗുണ്ടകൾ ജാനറ്റിനെയും പിടിച്ച് അവിടേക്ക് കൊണ്ടുവരുന്നത്. പുറത്ത് പതുങ്ങി നിൽക്കുകയായിരുന്ന അവളുടെ കയ്യിൽ നിന്നും ആൻറ്റിഡോട്ടുകളും അവർക്ക് കിട്ടിയിരുന്നു. ലെയ്ഡൻ ആൻറ്റിഡോട്ടുകൾ തട്ടിപ്പറിച്ച് വാങ്ങി അതിലൊന്നെടുത്ത് പെട്ടെന്ന് റോബിയുടെ ശരീരത്തിലേക്ക് കുത്തിവെക്കുന്നു. എന്നിട്ട് മരുന്ന് പ്രവർത്തിക്കുന്നുണ്ടോ എന്നറിയാൻ റോബിയെ ഒരു വമ്പൻ ഇലക്ട്രിക് ഷോക്ക് അടിപ്പിക്കുകയാണ്. പാവൻ റോബി തളർന്നു വീഴുന്നു. അപ്പോൾ അത് വർക്കാവുമെന്ന് അറിയുന്നതും ബാക്കിയുള്ള ആൻറ്റിഡോട്ട്സ് സിൽവർമെയിന് കൊടുക്കാൻ ലെയ്ഡൻ തയ്യാറാകുന്നില്ല.
അവൻ ഫ്ലിൻറ്റിനോട് സിൽവർമാനെതിരെ തിരിയാൻ പ്രേരിപ്പിക്കുന്നു. ഈ പവർ വെച്ച് അവർക്കൊന്നൊരു സാമ്രാജ്യം ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ട്. ഈ സാഹചര്യത്തിൽ ബെന്നിന് തൻ്റെ യഥാർത്ഥ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തേണ്ടി വരുമോ? തീർച്ചയായും. കാരണം ലെയ്ഡൻ താഴെ വീണ് നടക്കുന്ന സ്പൈഡറിൻ്റെ മാസ്ക് വലിച്ചൂരുന്നു. അവിടെ റോബിയുടെ മുഖം കണ്ട എല്ലാവരും ഞെട്ടുന്നു. കൃത്യം ഈ സമയത്താണ് ബെന്നിൻ്റെ സൂപ്പർ പവറുകൾ തിരികെ വരുന്നത്. അവൻ തൻ്റെ യഥാർത്ഥ രൂപം വെളിപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് വരുന്നു. തൻ്റെ ചിലന്തി വലകൾ ഉപയോഗിച്ച് അവൻ അതിവിദഗ്ധമായി ലെയ്ഡൻ്റെ കയ്യിൽ നിന്ന് ആൻറ്റിഡോട്ട് പിടിച്ചെടുക്കുകയാണ്. പിന്നെ അവിടെ വലിയൊരു അടിയാണ് നടക്കുന്നത്. ഫ്ലിൻറ്റും ലെയ്ഡനും കൂടി ബെന്നിനെ ആക്രമിക്കുന്നു. ബെൻ താഴെ വീണ് കിടന്ന സ്പൈഡർ മാസ്ക് എടുത്ത് വീണ്ടും ധരിക്കുകയാണ്. ഒപ്പം ആ കോട്ടും സ്യൂട്ടും. അതോടെ അവിടെ യഥാർത്ഥ സ്പൈഡറിൻ്റെ വരവായി. ഇതിനിടയിൽ സിൽവർമാൻ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നാലെ തോക്കുമായി ക്യാറ്റും. അയാൾക്ക് മരണം സംഭവിക്കുമോ? അതെ, ക്യാറ്റിൻ്റെ കൈ കൊണ്ട് തന്നെ അയാൾക്ക് മരണം സംഭവിക്കുന്നു. സൂപ്പർ മ്യൂട്ടൻസ് തമ്മിൽ പൊരിഞ്ഞ പോരാട്ടം നടക്കുമ്പോൾ ക്യാറ്റ് താഴെ കിടന്ന തോക്കെടുത്ത് സിൽവർമാൻ്റെ പിന്നാലെ പായുകയാണ്. കണ്ണാടികൾ നിറഞ്ഞ ഒരു മുറിയിലൂടെയുള്ള അവരുടെ ചേസിങ് വളരെ ഗംഭീരമായാണ് നമുക്ക് കാണാവുന്നത്. ഒടുവിൽ ക്യാറ്റ് സിൽവർമാനെ വെടിവെച്ച് വീഴ്ത്തുന്നു. മരിക്കുന്നതിന് മുമ്പ് അയാൾ അവളോട് പറയുന്നുണ്ട്, അവസാനം അത് നീ തന്നെ ആയതിൽ എനിക്ക് സന്തോഷമുണ്ട് എന്ന്. സ്വന്തം തത്വങ്ങൾ പകർന്നു നൽകിയ ഒരാളുടെ കൈകൊണ്ട് തന്നെ മരിക്കേണ്ടി വന്നതിലെ ഒരുതരം കാവ്യനീതി അയാൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാകാം. അതേസമയം സൂപ്പർ മ്യൂട്ടന്റുകളുടെ ഫൈറ്റ് കെട്ടിടത്തിൻ്റെ പുറത്ത് തെരുവിലേക്ക് നീളുന്നു. വളരെ നേരം നീണ്ടുന്ന ഫൈറ്റിനൊടുവിൽ ബെൻ ആകെ തളരുന്നു. ഫ്ലിൻറ്റ് ബെന്നിൻ്റെ മാസ്കിൻ്റെ ഒരു ഭാഗം വലിച്ചു കയറുന്നുണ്ട്. ലെയ്ഡൻ ബെന്നിനെ കൊല്ലാൻ തുടങ്ങുമ്പോഴാണ് ക്യാറ്റ് അവിടേക്ക് വരുന്നത്. അവൾ ലെയ്ഡന് നേരെ തോക്ക് ചൂണ്ടുന്നു. എന്നാൽ നിർഭാഗ്യവശാൽ ആ തോക്കിൽ തിരകൾ തീർന്നു പോയിരുന്നു. ലെയ്ഡൻ തൻ്റെ ഇലക്ട്രിക് പവർ ഉപയോഗിച്ച് ക്യാറ്റിനെ ആക്രമിക്കുന്നു. ഇത് കണ്ട് ഫ്ലിൻറ്റിന് ദേഷ്യം വരികയും അവൻ ലെയ്ഡനെതിരെ തിരികുകയും ചെയ്യുന്നു. എന്നാൽ മിന്നലിനെ പോലെ നേരിടാൻ മണലിന് കഴിയില്ലല്ലോ. സാൻഡ്മാൻ പരാജയപ്പെട്ട് താഴെ വീഴുന്നു. അപ്പോഴേക്കും സ്പൈഡർ തൻ്റെ മുഴുവൻ ശക്തി സംഭരിച്ച് എഴുന്നേൽക്കുകയാണ്. അവൻ തൻ്റെ വല ഉപയോഗിച്ച് ലെയ്ഡനെ വരിഞ്ഞു കെട്ടി വായുവിലേക്ക് വലിച്ചെറിയുന്നു. ആ സമയത്ത് മുകളിലൂടെ അതിവേഗത്തിൽ പോയിക്കൊണ്ടിരുന്ന ഒരു ട്രെയിനിലേക്ക് ലെയ്ഡൻ തെറിച്ചു വീഴുന്നു. വലിയൊരു തീപ്പൊരിയോടുകൂടി ട്രെയിൻ അവനെ കൊണ്ട് പോകുന്നു. ലെയ്ഡൻ മരിച്ചോ അതോ ജീവനോടെ ഉണ്ടോ എന്ന് വ്യക്തമല്ല. ഫ്ലിൻ രക്ഷപ്പെടുമോ? അതെ, ലെയ്ഡൻ പോയതിനു ശേഷം ബെൻ തൻ്റെ കൈവശമുണ്ടായിരുന്ന അവസാനത്തെ ആൻറ്റിഡോട്ട് ഫ്ലിൻറ്റിന് കുത്തിവയ്ക്കുകയാണ്. കാരണം ബാക്കിയുള്ളതെല്ലാം ഈ സംഘടനത്തിനിടയിൽ പൊട്ടിത്തെറിച്ച് പോയിരുന്നു. അങ്ങനെ കുത്തിവെച്ചിട്ട് ചുറ്റും കൂടി നിന്ന് കൈയടിക്കുന്ന ജനങ്ങളെ വകവയ്ക്കാതെ അവൻ അവിടെ നിന്നും നടന്നു നീങ്ങുന്നു. കുറച്ച് നാളുകൾക്ക് ശേഷമുള്ള കാര്യങ്ങളാണ് പിന്നെ കാണിക്കുന്നത്. സിൽവർമാൻ്റെ ശവസംസ്കാര ചടങ്ങിൽ ഫ്ലിൻറ്റും ക്യാറ്റും പങ്കെടുക്കുന്നു. അവിടെ ബെന്നും വന്നിട്ടുണ്ട്. ബെന്നും ക്യാറ്റും തമ്മിൽ കുറച്ച് കൊച്ചു വർത്തമാനങ്ങൾ പറയുന്നുണ്ട്. എന്നിട്ട് അവൾ ഫ്ലിൻറ്റിനൊപ്പം അവിടെ നിന്നും പോകുന്നു. അങ്ങനെ സ്പൈഡറിന് ഉയർന്ന കഥയുടെ അവസാനത്തിലേക്ക് നമ്മൾ അടുക്കുമ്പോൾ കാണുന്നത്, ഒടുവിൽ നടന്ന ആ തിരഞ്ഞെടുപ്പിൽ മേയർ മോറിസ് വിജയിക്കുന്നു. റോബി ഹാർലമിൽ സ്വന്തമായി ഹാർലം ഹെറാൾഡ് എന്ന പേരിൽ ഒരു പത്രം തുടങ്ങുന്നു. ബെന്നിൻ്റെ ഡിറ്റക്റ്റീവ് ഏജൻസി ഇപ്പോൾ റൈലി ആൻഡ് റൂയിസ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അതായത് ജാനറ്റിന് ഇപ്പോൾ പ്രൊമോഷൻ കിട്ടിയിരിക്കുന്നു. ബെന്നിനെ സംബന്ധിച്ചിടത്തോളം സമാധാനമായി ഒരു ഹോട്ട് ഡോഗ് കഴിക്കാൻ പോകുന്നതിലാണ് അവൻ്റെ സന്തോഷം. എന്നാൽ പോകുന്നതിന് മുമ്പായി അവൻ തൻ്റെ ചിരുന്തല ഉപയോഗിച്ച് തൻ്റെ പ്രിയപ്പെട്ട തൊപ്പിയെടുക്കുന്ന ഒരു സീനുണ്ട്. അതിനർത്ഥം സ്പൈഡർ ഇനിയും തിരിച്ചു വരുമെന്ന് തന്നെയാണ്. ശരിക്കും ഒരു ത്രില്ലർ പാക്കേജ് തന്നെയായിരുന്നു ഈ ഒരു സ്പൈഡറിനോടെന്നുള്ളത്. എന്നാലും ചില ചോദ്യങ്ങൾ ബാക്കിയാക്കിയാണ് സീരീസ് അവസാനിക്കുന്നത്. സ്പൈഡറായി തുടരുന്നതിൽ ബെൻ പൂർണ്ണമായി സംതൃപ്തനാണോ? ഇനി ആരെങ്കിലും വീണ്ടും ആൻറ്റിഡോട്ട് ഉണ്ടാക്കിയാൽ അവനത് ഉപയോഗിക്കുമോ? എന്തായാലും ഒരു പഴഞ്ചൻ നായകനാകാൻ ബെൻ തയ്യാറല്ല എന്ന് തന്നെയാണ് അവൻ ഇത്രയും വ്യത്യസ്തനാക്കുന്നത്. ഫ്ലിൻറ്റിൻ ജീവൻ രക്ഷിച്ചിട്ടും ക്യാറ്റിന് അവൾ ആഗ്രഹിച്ച ജീവിതം കൊടുത്തിട്ടും അവളുടെ യാത്ര ചോദിക്കുമ്പോൾ അവൻ്റെ സംസാരം കേട്ട് ക്യാറ്റ് നീയൊക്കെ നരകത്തിലേക്കാണ് പോകുന്നതെന്ന് പറയുമ്പോൾ ആ നരകം ഞാൻ നിനക്ക് വേണ്ടി തയ്യാറാക്കി വയ്ക്കാം എന്ന് പറയാൻ കാണിക്കുന്ന ബെന്നിൻ്റെ ആ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ, അതാണ് ബെന്നിൻ്റെ ഹൈലൈറ്റ്. ചുരുക്കത്തിൽ നമ്മളെ ഇനിയും കൊതിപ്പിക്കുന്ന രീതിയിൽ വളരെ മികച്ചൊരു ഫിനാലെ തന്നെയാണ് സ്പൈഡർ നോവൽ നമുക്ക് സമ്മാനിച്ചത്. കൂടുതൽ സീസണുകൾക്കായി നമുക്ക് കാത്തിരിക്കാം.